എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയൊരു ഫ്ലവർ ബേസൺ ഉണ്ട്. ഇതാണ് ആ ഫ്ലവർ ബേസൺ. ഈ ഫ്ലവർ ബേസൺ കാണാത്തവരെ ഇത് കാണണം. നല്ല ഫ്ലവർ ബേസണാണ്. ഇതിനകത്ത് ഇട്ട് വെക്കുന്ന പൂവാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ചാർട്ട് പേപ്പറിനകത്ത് കളർ അടിച്ച് നിങ്ങൾക്ക് ഈ പൂ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൂ ചെയ്യാവുന്നതാണ്. എങ്ങനെ ഈസി ആയിട്ട് ഒരു ഫ്ലവർ ബേസണിനകത്ത് ഇടാനുള്ള ഒരു പൂവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്ലവർ ബേസൺ കാണാത്തവർക്ക് വേണ്ടി ഈ ഫ്ലവർ ബേസണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ എടുത്ത് കാണുക. നമുക്കിനി പൂവ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു റോസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. കളർ പേപ്പറാണ്. നിങ്ങളുടെ ഈ കളർ പേപ്പർ ഇല്ലെങ്കിൽ കളർ അടിച്ചാലും മതി. ഇനി ഞാൻ ഇതേപോലെ വരച്ചെടുക്കുകയാണ്. ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു തണ്ടുണ്ടാക്കണം. അതിന് വേണ്ടി പച്ച കളർ പേപ്പർ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു പച്ച ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മടക്കി കൊടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്ത് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയായി കമ്പ് വല്ലതും ഉണ്ടല്ലോ, ഈർക്കിൽ വല്ലതും ഉണ്ടെങ്കിൽ ഈർക്കിൽ വെച്ച് ചുട്ടാലും മതി. കൈ വെച്ച് ചുട്ടാൻ അറിയാവുന്ന ആൾക്കാരുടെ കൈ വെച്ച് ചുട്ടിയാൽ മതി. എനിക്ക് കൈ വെച്ച് ചുട്ടാൻ മാർക്ക്, എന്നാലും ഞാൻ കൈ വെച്ച് ചുട്ടുന്നത്. ഞാനിതിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ മഞ്ഞ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞൊരു പീസ് മുറിച്ചെടുക്കാം. ഇതിലേക്ക് തുരുതരാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ തുരുതാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒഴിച്ച് പശ തേച്ച് ഈ കമ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ തുരുതാന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെട്ടി വെച്ച് ആ പീസ് എടുത്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം.
ഇനി ഒരു പച്ച പേപ്പറും കൊണ്ടാണ് ഞാൻ ഈ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ പേപ്പറിന് ഇതേപോലെ വെട്ടിക്കൊടുക്കാം. ഇനി പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ചെണ്ണം കൂടി ഇതിലേക്ക് ഉണ്ടാക്കാം. ഞാൻ കുറച്ചെണ്ണം ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയതിനകത്ത് എല്ലാം എങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ഇച്ചിരി ക്രേ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാവരുടെ ഷേപ്പിന് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഷേപ്പിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പൂവിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട ഉണ്ടാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു റോസ് പേപ്പറിലാണ് എടുത്തിരിക്കുന്നത്. മുട്ടിന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മടക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒരു തണ്ടും കൂടെ വേണം നമ്മൾ ഈ മുട്ടിന് വേണ്ടി. അതിനു വേണ്ടി പേപ്പർ ചുറ്റി കൊടുക്കാം. ഇതിന് പശ ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് പശ ചേർക്കാം. ഇനി ഒരു പച്ച പേപ്പർ എടുത്ത് നമുക്ക് അടിയിൽ വെക്കാനുള്ള എന്നിട്ട് ചെയ്യാം. പിന്നെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഞാനത് എല്ലാം എടുത്ത് വെച്ചത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൂവും കുറച്ച് മുട്ടും വേണം. കുറച്ച് പൂവും കുറച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ചേർത്ത് കൊടുക്കാം. അതിന് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് പശ വെച്ച് കൊടുക്കാം.
നമ്മളുടെ ഫ്ലവർ ഉണ്ടാക്കി തീർന്നിരിക്കുകയാണ്. കണ്ടോ, നമുക്കിനി നമ്മളുടെ ഫ്ലവർ വേസിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ഫ്ലവറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഫ്ലവർ വേസ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ കാണാത്തവരെ ഞാൻ കാണണം. നല്ല ഫ്ലവർ വേസ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അറിയില്ല, നിങ്ങൾ പറയണം. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.